ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. നമ്മുടെ KBC കണ്ണൂരിൻ്റെയാണ്. സൗത്ത് ഇന്ത്യൻ ട്രാഫിക് മോഡ് എന്നാണ് പേര്. നമ്മുടെ ശരിക്കും കേരള ട്രാഫിക് മോഡ് പോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ട്രാഫിക് മോഡ് എന്ന പേരിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ട്രാഫിക് മോഡ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫുൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എല്ലാ മാപ്പും അതേപോലെ തന്നെ ഈ ട്രാഫിക് മോഡ് രണ്ടും കൂടി ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഫുൾ മാപ്പും അതേപോലെ തന്നെ ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള വീഡിയോ ആണിത്. വീഡിയോയിൽ ഇറങ്ങുന്ന ചാനൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ അത് നോട്ടിഫിക്കേഷൻ എവിടെ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ എന്താണ് വീഡിയോയുടെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ബസ് ID വേർഷൻ 4.3.2 മാപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് ഇതുണ്ട്, അതായത് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്താലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ അടിയിൽ ഡ്യുവൽ ടാപ്പ് റാപ്പിഡ്ലി കൊണ്ട് നീല ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ ക്ലിക്ക് ഹിയർ ടു കണ്ടിന്യൂ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ലോഡായിട്ട് വരും. അതിനുശേഷം നമുക്കൊരു 15 സെക്കൻഡ് ഇതേപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതേപോലെ ടൈം അത് ബാക്കിൽ പോകണമാണ് 12, 11, 10. അപ്പോൾ അതായത് നമ്മുടെ ടൈം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നീല ബട്ടൺ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു നീല ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പേജിൽ നമ്മളെത്തും. അപ്പോൾ ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ടൈമൊന്നും ബാക്കി സംഭവങ്ങളൊന്നും കാണില്ല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സ്ക്രോൾ ഡൗൺ ആൻഡ് ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ബട്ടൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതായത് നമ്മൾ ഇതേപോലെ പേജിലെത്തുമ്പോൾ അപ്പോൾ അടിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതായത് നമ്മുടെ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഗെറ്റ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇതേ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സൈസ് കൂടുതലാണ്, 528 MB, 522.8 MB. അപ്പോൾ അതായത് നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 3 ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതായത് നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ഫയലും നമ്മുടെ APK ഫയലും അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ട്രാഫിക്കിൻ്റെ മോഡ് OBB ഫയലും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണ മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ബസ് സിമുലേറ്റർ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. കാരണം അതുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. അപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം APK ഫയൽ ക്ലിക്ക് ചെയ്യാണ്. എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം 500-600 MB അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുക എക്സ്ട്രാക്ട് ആവാൻ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ APK ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ട്, അതായത് നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലായി ഇത് ഓപ്പൺ ആയിട്ട് വരാം. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫയൽ, അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അലാംസിലാണ് ഈ 3 ഫയലും എക്സ്ട്രാക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത 3 ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മാപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫയലാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള APK ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു APK ഫയൽ കാണാം. അപ്പോൾ ഇത് സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ APK ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ APK ഫയൽ ഇൻസ്റ്റാൾ ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് OBB അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രാഫിക് എന്ന് പറഞ്ഞ ആ ഫയൽ എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു OBB ഫയൽ മെയിനായിട്ട് ഫയൽ കാണാം. അപ്പോൾ അത് അമർത്തി പിടിക്കുക, കട്ടെല്ലാം കോപ്പി എടുക്കുക. അതിനുശേഷം മുകളിൽ ഇത് അമർത്തിയിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുക. അതിനുശേഷം OBB എന്ന് പറഞ്ഞ ഫയൽ എടുക്കുക. അതിനുശേഷം അതിൽ ബസ് സിമുലേറ്ററിൻ്റെ ഫയൽ കാണാം. അവിടെ കൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ള നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട്, അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിലെല്ലാ മാപ്പും ഡൗൺലോഡഡ് ആണ്. ഏത് മാപ്പ് നോക്കിയാലും ഫുള്ള് ഡൗൺലോഡഡ് ആണ്. നമ്മൾ മാപ്പിൻ്റെ ഫയലും കൂടി കയറ്റിയ കാരണം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ മോഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുറേ വണ്ടികൾ കാണാൻ പറ്റും. ഇത് സൗത്ത് ഇന്ത്യൻ ട്രാഫിക് മോഡ് ആയാലും ഇത് ജസ്റ്റ് മുന്നിൽ വന്നിരിക്കുന്ന ബസ്സൊക്കെ ഉണ്ട്. ക്ഷത്രിയ എന്ന് പറഞ്ഞ ബസ്സൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്.
അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ഡേറ്റ് ആയി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.